മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് സന്തോഷവും അതുപോലെ തന്നെ സങ്കടങ്ങളൊക്കെ കെട്ടിപ്പണഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്തൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഏറെക്കുറെ മനുഷ്യൻ തിരിച്ചറിയുന്നത് അവൻ്റെ സങ്കടപ്പാടുകളെ മാത്രമാണ്. അതിനൊരു യാഥാർത്ഥ്യ മുഖമുണ്ട്. കാരണം സങ്കടങ്ങൾ വരുമ്പോൾ മാത്രമേ അവൻ്റെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. സന്തോഷമാകുമ്പോൾ ആരാരും അറിയാതെ അവൻ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തങ്ങ് തീർന്ന് ആനന്ദിച്ചു തിമിർത്തു ജീവിതം മുന്നോട്ട് പോകുന്നു. അവിടെയുള്ള സന്തോഷത്തിൻ്റെ കണികകൾ പലപ്പോഴും നമ്മുടേതായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും നമ്മൾ തിരിച്ചറിയില്ല. സങ്കടമെന്ന ചെറുതൊന്ന് നമ്മളിലേക്ക് വരുമ്പോൾ അത് വലിയ രൂപത്തിൽ പർവ്വതീകരിച്ച് ചിന്തിക്കുകയും എനിക്ക് മാത്രം ലോകത്തെന്ത് ഇങ്ങനെയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. പലപ്പോഴും ചില ആളുകളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അനുഭവിച്ച വലിയ പ്രയാസമെന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒരു വൈഫ് വേണ്ടാത്ത എന്തോ ഒന്ന് പറഞ്ഞതായിരിക്കും. അതോടുകൂടി അയാൾ ഡിപ്രഷനായി, അഥവാ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലിക്ക് പോകുന്നത് പോലും ഇല്ലായ്മ ചെയ്ത് ലീവെടുത്ത് റൂമിലിരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എല്ലാ ദിവസവും സന്തോഷമേ തരുള്ളൂ എന്ന് പടച്ചറബ് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. സങ്കടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും നല്ല കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പടച്ചറബ് ഏറെ സമയങ്ങളിൽ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനായി മാറുകയാണ്. നമുക്കറിയാം ആ അലക്കുന്ന കല്ലിൻ്റെ ഒരു സ്വഭാവം. അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ നല്ല മിനുസമുള്ള ഒരു പ്രതലം നമുക്ക് ശ്രദ്ധേയമാവുന്നുള്ളൂ. അതുപോലെ അതിനങ്ങനെ ആരും ശ്രദ്ധിക്കാതെ ഇടുക്കുകയാണെങ്കിൽ ഒരു മുരുമുരുത്ത കല്ലിന് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അഥവാ അടി കുറേ കിട്ടിയപ്പോഴാണ് ആ കല്ലിന് അങ്ങനെ ഒരു മിനുസം വന്നിട്ടുള്ളതുപോലെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ ഓരോ മനുഷ്യനിക്കും സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു വിഷമം ഉണ്ടാകുമ്പോഴേക്ക് എൻ്റെ റബ്ബ് എന്നെ മാത്രം ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. കാരണം മനുഷ്യനിൽ ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവിനെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം പെർഫ്യൂം നല്ലപോലെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ആ പൂക്കളെ ഞെരുക്കി കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അതിനുള്ള ആ വലിയ പെർഫ്യൂം നമ്മൾ നമ്മുടെ കൈകളിലേക്ക് ആക്കുന്നുള്ളൂ. ആ പൂവ് എന്തിനാണ് നമ്മൾക്ക് മുമ്പിൽ ഞെരിഞ്ഞമർന്നത്? അതിനുള്ള ഏറ്റവും നല്ല വസ്തുവായിട്ടുള്ള പെർഫ്യൂം നമ്മുടെ കരങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇതുപോലെ മനുഷ്യനെന്ന് പറയുന്നത് നമ്മുടെ കരങ്ങളിൽ തന്നെയുള്ള ഒരുപാട് കഴിവുകൾ നമ്മൾ വലിയ അലസത കാണിക്കുന്നതുകൊണ്ട് ഒന്നും പുറത്തെടുക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മൾ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടത്. നമുക്ക് അന്ന് തോന്നും ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ, ഇതൊക്കെ എന്തിനാണ്, ഇതൊക്കെ ആരാ ഇങ്ങനെ നിശ്ചയിച്ച് വെച്ചതെന്ന്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. അധ്വാനിച്ചാൽ മാത്രം ലഭിക്കുന്ന ഉപജീവന മാർഗം അള്ളാഹുവിനെ അധ്വാനിക്കാതെ തരാൻ കഴിയാത്തത് കൊണ്ടൊന്നുമല്ല. അള്ളാഹു അങ്ങനെ ഒരു കാരണം വെച്ച് മറ്റൊന്നിനെ തരാൻ വേണ്ടി നിർണയിച്ചു വെച്ചിരിക്കുന്ന പടച്ചറബിൻ്റെ നിയമം അവിടെ നടപ്പിലാവുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പം ഇത് റബ്ബെ എനിക്ക് മാത്രമാണല്ലോ ഉള്ളൂ, അടിക്കടി ബുദ്ധിമുട്ടുകളൊന്നും ചിന്തിക്കരുത്. നമ്മൾ പടച്ചറബിന് വേണ്ടി ജന്മം കൊണ്ടവരാണ്. അള്ളാഹു നമുക്ക് വേണ്ടി ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ നമ്മുടെ കൂടെ തന്നിട്ടുണ്ട്. കാലിനോ കൈക്കോ കണ്ണിനോ ചെവിടിനോ ഒരു പ്രശ്നവുമില്ല, നമ്മൾക്ക് ആയുസ്സും ഉണ്ട്. എങ്കിൽ നമ്മുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പിടിക്കാൻ നമുക്ക് സുന്ദരമായ ലോകം ഇവിടെ ബാക്കിയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ആവോളം പ്രയാസം അനുഭവിച്ചിട്ട് സങ്കടത്തിൻ്റെ കടലിൽ കഴിഞ്ഞു പോകുമ്പോൾ പടച്ചറബിനെ ഓർത്തിട്ട് കണ്ണുനീരിറ്റിച്ച് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് നിറയെ പടച്ചറബ് സന്തോഷം നിറക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ലോകത്ത് നമ്മൾ ഓരോരുത്തരിലൂടെ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വന്നപ്പെട്ടിട്ടുള്ള ഈ പ്രയാസങ്ങൾ നമ്മൾ മനമുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിൽ ശാപവാക്കുകളോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തലുകളോ ഒന്നും ചെയ്യാതിരിക്കുക. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. മാറി വരുന്ന ലോകത്ത് ഉമ്മ പെങ്ങന്മാർ അതുപോലെ തന്നെ വാപ്പ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹങ്ങളൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട്. എന്തിനധികം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, അവർക്ക് തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ആവശ്യപ്പെടുന്നതൊക്കെയും മാതാപിതാക്കൾ തന്നു കഴിഞ്ഞാൽ എൻ്റെ വാപ്പയാണ് എൻ്റെ ഉമ്മയാണെന്ന് പറയാൻ
ഏറെ ഇഷ്ടപ്പെടുന്ന മക്കളാണ്. പക്ഷേ ആവശ്യപ്പെടുന്ന സംഗതികളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ വാപ്പക്ക് എന്താ പണി? ഇത്രയും നാൾ എന്നെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എൻ്റെ ഇന്നതൊക്കെ വേണമെന്നുള്ളത്? ആ ചിന്തയിലേക്ക് പോകുന്നതും അതോടൊപ്പം വാപ്പയെ മെല്ലെ മെല്ലെ കിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മക്കളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉമ്മയുടെ അടുക്കൽ വന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പിൽ നമ്മളല്ലാതെ മറ്റാരുമില്ല, നമ്മുടെ പടച്ചറബും. അതുകൊണ്ട് നമ്മൾക്ക് ആരൊക്കെയോ ഉണ്ടാകുമെന്നുള്ള മിഥ്യാധാരണ നമ്മൾ ഇനിയും വെച്ച് പുലർത്തുകയാണെങ്കിൽ കൈപിടിച്ചുണർത്താൻ ഉയർത്താൻ നമ്മുടെ നെഗല് പോലും അഥവാ നിഴൽ പോലും വരില്ല. കാരണം നമ്മൾ വീണ് കഴിഞ്ഞാൽ നിഴലും നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാൻ, ഔന്നത്യത്തിലേക്ക് എത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അല്ല എങ്കിൽ ഒരു വയസ്സെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ശ്രമിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അവിടം വരെ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ജീവിക്കാനാണോ നമ്മുടെ ശ്രമമെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് ആരാർക്കും വേണ്ടാത്ത ഒരു വേസ്റ്റ്, ബയോളജിക്കൽ വേസ്റ്റായിട്ട് നമ്മൾ മാറും. അതിനു മുമ്പേ നമ്മൾ മാറുക, നമുക്ക് വേണ്ടി മാറുക. എങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോയവർ, നമ്മൾ ഇഷ്ടപ്പെടാത്തവർ നമുക്ക് മുമ്പേ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങും. അല്ലാതെ എല്ലാവരും ഇഷ്ടപ്പെട്ടതിന് ശേഷമാകട്ടെ നമ്മുടെ തുടക്കമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കേവലം മൗഢ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പഠിക്കാൻ ഒരുപാട് നമുക്ക് മുമ്പിൽ സോഴ്സുകളുണ്ട്, റിസോഴ്സുകളുണ്ട്. നമ്മൾ പഠിക്കുക, മുന്നോട്ട് പോവുക. ആ പഠനം 10 പ്രാവശ്യം വായിച്ചാലേ ചില കുട്ടികൾക്ക് മനഃപ്പാഠമാവുകയുള്ളൂ. ചില കാര്യങ്ങൾ 10 തവണ ചെയ്താലേ ചിലർക്കത് ശരിയായി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് സാധിക്കുന്നതല്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. എനിക്കിനിയും ഒരുപാട് ഇതിൽ നിന്ന് ഉണ്ടാക്കേണ്ടതുണ്ട്, എനിക്കിതിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് വേണ്ടത്. അറിവും തിരിച്ചറിവും വ്യത്യാസമുണ്ട് മുഅ്മിനീങ്ങളെ. വളരെ സ്നേഹത്തോടെ സഹോദരന്മാരോട് പറയട്ടെ, വിഷമം അള്ളാഹു തരുന്ന ഗിഫ്റ്റാണ്. ആ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് നമ്മളെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിന് നല്ല ക്ഷമ നമുക്ക് വേണം. എല്ലാവരും സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവരുടെ പുഞ്ചിരി കണ്ടിട്ട് നമ്മളാരും അളക്കാൻ നിൽക്കണ്ട. അവരുടെ ഉൾത്തടത്തിൽ വലിയ നീറുന്ന ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. എല്ലാവരൊന്നും തുറന്നു പറഞ്ഞോളണമെന്നില്ല. അവർക്ക് അവരുടേതായ ജീവിതശൈലി മുന്നോട്ട് പോകാൻ ഒരുപാട് അനുഭവിക്കുന്നവരൻ തുറന്നു പറഞ്ഞാൽ കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കുകയാണ്. നമ്മളും പറയേണ്ടതേ പറയാവുള്ളൂ. മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പം നമ്മളൊന്ന് ഒരു വേള ചിന്തിക്കണം. എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ആ സമയത്ത് സങ്കടത്തിൻ്റെ മുഖങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ കാണിക്കുമെങ്കിലും അതേ സങ്കടം മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് അവനിക്ക് അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണോ നിങ്ങൾ അവരോട് ആ ഒരു സങ്കടവും വെട്ടി തുറന്ന് പറയരുത്. കാരണം നമുക്കത് പാരയാകും, നമുക്കത് വലിയ ബുദ്ധിമുട്ടാകും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.